ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. രാവിലെ തന്നെ അനീഷിന്, നമ്മുടെ കോമണറായിട്ടുള്ള അനീഷിന് ഒരു സൂപ്പർ അവസരം കിട്ടിയിരുന്നു. അതായത് നമ്മുടെ 4 കണ്ടസ്റ്റൻസ് പുറത്താണല്ലോ, ഷാനവാസ്, ശൈത്യ, അതുപോലെ തന്നെ ബിൻസി, ജിസേൽ. ബിഗ് ബോസിന്റെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന ടാസ്കുമായി ബന്ധപ്പെട്ട് കണ്ടസ്റ്റൻസ് എല്ലാം തിരഞ്ഞെടുത്ത് ഇവരെ 4 പേരെയാണല്ലോ പുറത്താക്കിയിരിക്കുന്നത്. രാത്രിയിൽ ഇവർക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറാൻ സാധിക്കത്തില്ല, പുറത്ത് കിടന്ന് ഉറങ്ങേണ്ടതാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഇവരെ എടുത്ത് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന ആ ഒരു റെഡ് ബോക്സിനുള്ളിലാക്കി കഴിഞ്ഞാൽ ഒരാൾ ഔട്ടാകുമെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മുടെ അനീഷ് രാത്രിയിലൊക്കെ ഇവരെ എടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് പോയിട്ട് നിങ്ങളെ ഉറക്കില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം അടിക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. രാവിലെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് കഴിഞ്ഞതേ ഉള്ളൂ, അപ്പം എല്ലാവരും കിടന്നുറങ്ങുന്നു. ഈ പറയുന്ന ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും, ജിസേലാണെന്നുണ്ടെങ്കിലും, ശൈത്യയാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ബിൻസി ആണെന്നുണ്ടെങ്കിലും, അനീഷിനെ സംബന്ധിച്ച് അവിടെയും അവസരങ്ങളുണ്ട്. എന്നാൽ അനീഷ് അവരുടെ അടുത്ത് പോയിരുന്ന ഒരു ചെയറിൽ ഇരുന്ന് അവർ കൂർക്കം വലിച്ച് ഉറങ്ങുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ജിസേല് മാത്രം ഇടയ്ക്കെണീറ്റൊന്ന് നോക്കി വീണ്ടും മൂടി പുതച്ച് കിടന്ന് വീണ്ടും ഉറങ്ങി. അപ്പം അനീഷിന് തന്നെയോ അല്ലെന്നുണ്ടെങ്കിൽ തന്നെ പറ്റത്തില്ല, ഒരു ട്രൈ പോലും ചെയ്യാൻ നോക്കാതെ മറ്റുള്ള 1-2 പേരെയും കൂടെ വിളിച്ച് അനീഷിന് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ ആരെങ്കിലും എടുത്ത് ഈ പറയുന്നത് പോലെ ആ ഒരു റെഡ് ബോക്സിനുള്ളിലേക്ക് കട്ടിലടക്കമോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ശ്രമിക്കാം. പക്ഷേ അനീഷിനെ സംബന്ധിച്ച് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ അവരുടെ അടുത്ത് പോയിരുന്ന് അനങ്ങാതെ ഇരുന്ന് ഇവർ ഉറങ്ങുന്നത് നോക്കിയിരിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അതിനുശേഷം പിന്നീട് വന്നിട്ട് ഓരോ ഡയലോഗുകൾ അടിക്കുന്നു എന്നല്ലാതെ ആൾ പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യുന്നില്ല. നല്ലൊരു അവസരമാണ് കിട്ടിയത്, അത് ഫെയിൽഡായി പോകുമോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. നമ്മുടെ ഇന്നലത്തെ ബിൻസിയുടെ ആ ഒരു പ്രമോയും കാര്യങ്ങളും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ലൈവ് ഓൾറെഡി കഴിഞ്ഞു. അപ്പം അവർ ചെയ്തതുപോലെ ഒരു ട്രൈ ഇതിനകത്ത് ചെയ്യാമായിരുന്നു. അനീഷിന് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി. ഇതൊന്നും ചെയ്യാതെ വെറുതെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടും മറ്റുള്ളവരെ ചൊറിഞ്ഞുകൊണ്ടും കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരു ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ ആളെ കൊണ്ട് സാധിക്കുന്നില്ല. എനിവേസ്, നമുക്ക് മുന്നോട്ട് നോക്കാം എന്താ നടക്കാൻ പോകുന്നത് എന്ന്. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.